അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ പാർട്ട് 2 അതിന്റെ ആദ്യ ക്ലാസ്സിലാണ് നമ്മൾ. ഒന്നാമത്തെ ഭാഗം നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം മുതൽ ഖദറിലുള്ള വിശ്വാസം വരെയുള്ള ഭാഗങ്ങളാണ് പഠിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് അനുഷ്ഠാന ഭാഗത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ ഷഹാദത്ത്, വിശ്വാസവും ജീവിതവും. അതാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമസ്കാരം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് നമസ്കാരം വിജയത്തിലേക്കുള്ള കവാടം, നമസ്കാരം ഇളവും ഇനവും, അതായത് ജംബ്, കസ്ർ പോലെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമസ്കാരം പ്രാർത്ഥനകളും കീർത്തനങ്ങളും. വെറുതെ ഇങ്ങനെ നമസ്കരിച്ചു പോയാൽ പറ്റില്ലല്ലോ. നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകള്, അതിന്റെ അർത്ഥം ശരിയാവണ്ണം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവർക്ക് അത് പഠിക്കും. മരണാനന്തരം മയ്യത്ത് നമസ്കാരം, അപ്പോ അത് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതാണ്. പിന്നീട് സകാത്ത്, വികാസവും പഠിക്കണം. അതിൽ തന്നെ സ്വർണത്തിന്റെ സകാത്ത്, ഫിത്ർ സകാത്ത് പോലെയുള്ളത് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. നോമ്പ് വിജയ നിദാനം, ആരോഗ്യദായകം, നോമ്പുമായി അതുപോലെ തന്നെ സുന്നത്ത് നിഷിദ്ധമായ നോമ്പുകൾ. ചില ആളുകളൊക്കെ ചില നോമ്പുകൾ നോക്കാറുണ്ട്. അപ്പൊ അത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള നോമ്പുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. പിന്നെ ഹജ്ജ് കർമ്മം, അതിന്റെ ക്രമം, ലക്ഷ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോ കർമാനുഷ്ഠാന ഭാഗത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഷഹാദത്ത്, വിശ്വാസവും ജീവിതവും എന്നതാണ്. അപ്പൊ നമ്മള് വളരെ ഏറെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇനി നമ്മൾ ഇത് പഠിക്കേണ്ടത്. ഇപ്പൊ ഒരാൾ മുസ്ലിമായി തീരുന്നത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ്. അപ്പോ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് 6. വിശ്വാസ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രധാനപ്പെട്ടത് 6 എന്ന് പറയുമ്പോ അതല്ലാത്തതുണ്ടല്ലേ. വിശ്വാസം എന്ന് പറയുന്നത് 70-ൽ പരം ശാഖകളുണ്ട്. അപ്പൊ നമ്മള് വിശ്വാസപരമായി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മർമ്മപ്രധാനമായ 6 അതിന്റെ ബ്രാഞ്ചുകളാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പൊ അവർക്ക് ഈമാൻ കാര്യം എന്ന് പറയുന്നത് 6 അത് നമ്മൾ മാറ്റൊന്നും വേണ്ട. എന്നാൽ അതിന്റെ പാർട്ടായിട്ടാണ് പിന്നീട് അതിൽ ഉൾക്കൊള്ളുന്നതാണ് ബാക്കിയുള്ളത്. ഇതുപോലെ ഒരാൾ മുസ്ലിമായി തീരണമെങ്കിൽ അങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പുറമെ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, അപ്പൊ ആ 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ഹദീസാണ്. നമ്മളത് പഠിക്കണം. നന്നായി വായിച്ച് മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥം പറയണം. ഇതിൽ നമുക്ക് അറിയുന്ന സംഗതി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടാകും. ബുനിയൽ ഇസ്ലാമു അലാ 5: ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്ത് വ ഈതാഉസ് സകാത്ത് വ സൗമു റമളാൻ വ ഹജ്ജുൽ ബൈത്ത്. വ്യത്യസ്തമായ രൂപത്തിലൊക്കെ ഈ ഹദീസ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബുനിയൽ ഇസ്ലാമു അലാ 5:
ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിലാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ അല്ലെ പില്ലേഴ്സ് ഓഫ് ഇസ്ലാമാണ്. ഇസ്ലാം ഇതിലാണ് പടുത്തുയർത്തിയിട്ടുള്ളത്, നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലെ, ഇത് നമ്മൾ സാക്ഷ്യം വഹിക്കുക. അവിടെ ഷഹാദത്തു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയണ്ട. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാഹ്, പിന്നെന്താണ്, നമസ്കാരം നിലനിർത്തലാണ്. വ ഈതാഉസ് സകാത്ത്, സകാത്ത് നൽകലാണ്. വസൗമു റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കുക. വ ഹജ്ജുൽ ബൈത്ത്, അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുക എന്ന് വേണം. അപ്പൊ ഇത് നമുക്ക് ഇസ്ലാം കാര്യങ്ങൾ 5 എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ചെറുപ്പം മുതലേ നമ്മൾ അത് പാടിയിട്ടും അല്ലാതെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. അപ്പൊ ഈ ഹദീസ് ഒന്ന് മനസ്സിലാക്കി വെക്കുകയും അതുപോലെ തന്നെ അത് ഭംഗിയായി വായിക്കാൻ പഠിക്കുകയും ചെയ്യും. കാണാതെ പഠിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ നല്ല വൃത്തിയായി ഭംഗിയായിട്ട് തെറ്റുകൂടാണ്ട് വായിക്കാൻ നമ്മളിത് പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ അർത്ഥവും നമുക്ക് അറിയണം. അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഈ 5 സംഗതികളും നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യേണ്ടതാണ്. അല്ലെ, 5 നേരം നിസ്കാരം ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ശരിയാവും? കൊണ്ട് കാര്യമില്ലല്ലോ അല്ലെ. 5 നേരം നിസ്കാരം ഉണ്ട്, അതൊന്ന് ഫജ്റാണ്, പിന്നെ സുബഹിയാണ്, പിന്നെ അസറാണ്, മഗ്രിബാണ്, ഇശാ ആണ്, എന്നിട്ട് അതിന്റെ റക്അത്തും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചു, അതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ സക്കാത്തിന്റെ ഇനങ്ങൾ, അതിന്റെ നിസാബ്, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരാൾ പഠിച്ചു വെച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. അപ്പോ ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്, അനുഷ്ഠിക്കേണ്ടതാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതാണ്. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷഹാദത്ത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നത് പോലെ, നോമ്പ് നോൽക്കുന്നത് പോലെ, ഹജ്ജ് ചെയ്യുന്നത് പോലെ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളത് പ്രാവർത്തികമാക്കേണ്ടുന്ന സംഗതിയാണ്. വിശ്വസിക്കേണ്ട കാര്യമല്ല എന്നർത്ഥം. വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, മറ്റേതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വമലായികത്തി വകുതുബിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. എന്നാൽ അതല്ല, ഇത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ നോക്കുക, അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷിയാണ് എന്നാണ് അർത്ഥം. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം സാക്ഷിയാണ് എന്നാണ്. അല്ലെ, എന്തിനാണ് എന്റെ ജീവിതം സാക്ഷി? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, അല്ലാഹ് അല്ലാതെ വേറെ ആരും ആരാധനക്കർഹനില്ല എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം സാക്ഷിയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പഠിച്ചു വെക്കണം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. അങ്ങനെ പഠിച്ചില്ലല്ലോ. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത്, അതാണ് പഠിക്കേണ്ടത്. മനസ്സിലായിട്ടോ പറയുന്നത്? അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അതായത് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. അപ്പൊ എങ്ങനെയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കേണ്ടത്? അപ്പൊ അവിടെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ അറിയണം. മനസ്സിലായല്ലോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് ഷർത്തുകൾ, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ നമ്മൾ അറിയണം. അപ്പൊ ഇനി അത് പഠിച്ചു പോകണം. ഇപ്പൊ നിസ്കാരത്തിന്റെ ഷർത്ത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയും ചെയ്യും. നിസ്കാരത്തിന് 5 ഷർത്തുകൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എണ്ണി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 5 ഷർത്ത് പാലിച്ചാലേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കുള്ളൂ അല്ലെ? ഒന്ന് ഒതു വേണം. ഒതു ഇല്ലാത്ത ഒരാൾ എത്ര ഭക്തിയോടുകൂടെ നിസ്കരിച്ചിട്ട് കാര്യമില്ല അല്ലെ?
അതുപോലെ തന്നെ ഖിബിലക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. എവിടെയെങ്കിലും തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ സമയമാകണം. ഇപ്പൊ നമുക്ക് സുബഹി നിസ്കരിച്ചിട്ട് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റില്ല. സമയമായാലേ ആ നിസ്കാരം സ്വീകരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമസ്കരിക്കുന്ന സ്ഥലം, നമസ്കരിക്കുന്ന ആളുടെ ദേഹം, വസ്ത്രം, ഇതൊക്കെ നജസിൽ നിന്ന് ശുദ്ധിയാകണം. അതുപോലെ തന്നെ നമസ്കാരത്തിന് യോജിച്ച വിധത്തിലുള്ള വേഷവിധാനങ്ങളാണ് വേണ്ടത്. എന്തെങ്കിലും തോന്നിയ വസ്ത്രം ഇട്ടിട്ട് നിസ്കരിക്കാൻ പറ്റില്ല, അവരത്തൊക്കെ മറക്കണം. അപ്പൊ ഈ വക കാര്യങ്ങൾ പാലിക്കാതെയാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ എന്നുള്ള നിസ്കാരത്തിന്റെ കണ്ടീഷൻസ് ആണ്, ഷർത്തുകളാണ്. ആ ഷർത്ത് പാലിക്കാതെയാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടൂല എന്നുള്ളത് നമ്മളൊക്കെ അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടേ നിസ്കരിക്കുള്ളൂ. എത്ര തിരക്കുണ്ടെങ്കിലും ഏതായാലും നിസ്കരിച്ച ശേഷം പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും നമ്മൾ തീരുമാനിക്കലില്ല. മനസ്സിലായില്ലേ? അപ്പോ നമ്മള് നിസ്കരിച്ചിട്ട് ഒന്നുണ്ടാക്കിയിട്ട് നിസ്കരിക്കുന്നു എന്നതുപോലെ ഈ ഷർത്തുകൾ അറിയാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ അത് ഗൗരവം മനസ്സിലാക്കിയിട്ടായിരിക്കണം ഷർത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഷർത്തുകളിലേക്ക് പോവാണ്. ഒന്നാമത്തെ ഷർത്ത് എന്താണെന്ന് അറിയോ? അതിന്റെ ശരിയായ അർത്ഥം അറിയുക എന്നതാണ്. മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയുന്നല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ പോരാ, ശരിയായ അർത്ഥം അറിയണം. ശരിയായ അർത്ഥം അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇങ്ങനെ പറയുകയും ചെയ്യും. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് എതിര് നമ്മുടെ ജീവിതത്തിൽ വരും എന്ന് മാത്രമല്ല, എതിര് വരുന്നത് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഞാനിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ് ഇപ്പൊ ഈ ചെയ്യുന്നത് എന്നുള്ളൊരു വിവരവും ഇല്ലാതെയാണ് ആ എതിര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ ശരിയായ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. ശരി, അപ്പൊ നമ്മൾ അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് പോവുകയാണ്. ആ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹദീസ് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. എന്താണത്? മൻ മാത, ഒരാൾ മരിച്ചു, വഹുവ യഅലം, അവൻ അറിഞ്ഞിട്ടുണ്ട്, അവന് ശരിയായ അറിവുണ്ട്. മനസ്സിലായില്ലേ? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിഷയത്തിൽ അവന് ശരിയായ ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മരണപ്പെട്ടതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പോകും. അപ്പോ മൻഖാല ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരാളുടെ അവസാനത്തെ വാചകമായി കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പോകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എന്ത് വേണം? വെറുതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മുഴുവൻ സ്വർഗത്തിൽ പോവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല പാട്ടുകാരും സ്വർഗത്ത് പോകണം. നമ്മളെക്കാളൊക്കെ ഭംഗിയായിട്ട് പാട്ട് പാടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ, ഹസ്ബുനല്ലാഹ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നല്ല ഉച്ചാരണത്തോട് കൂടിയിട്ട് പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ മൻ മാത വഹുവ യഅലം, അതിനാണ് അണ്ടർലൈൻ കൊടുക്കേണ്ടത്. അതിന്റെ ശരിയായ അർത്ഥം യഅലം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്ത് പോകും. ശരി, എന്താണ് അതിന്റെ ശരിയായ അർത്ഥം? ഞാൻ അറബിയിലുള്ള ചില വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ബേജാറായിട്ട് അതും ഇങ്ങനെ മനസ്സിലാക്കുന്നത് ജസ്റ്റ് ഈ നമുക്കറിയാലോ, നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾ പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അറബി കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ അതിന്റെ മലയാളം മനസ്സിലാക്കിയാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ ഒരു ആളുമില്ല. ആരാധിക്കപ്പെടുന്നവനായിട്ട് അല്ലാതെ ഒരാളുമില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ല, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. പഠിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹയല്ലാതെ വേറെ ആരില്ല. ഇനി അതിന്റെ വിശദീകരണമാണ് അടുത്തത്. ഫജമീഉൽ ആലിഹ, ബാക്കിയുള്ള എല്ലാ ആലിഹത്തും ഉണ്ടല്ലോ, ഇലാഹുകൾ. ഇലാഹ് എന്നതിന്റെ ജമാണ് ആലിഹത്ത്. അല്ലത്തി യഅബുദുഹൻ നാസ് സിവല്ലാഹ്, അല്ലാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന മറ്റുള്ള ആരാധ്യ വസ്തുക്കളൊക്കെയും കുല്ലുഹാ ബാത്തില, എല്ലാം ബാത്തിലാവുന്നു എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. ഒന്നുകൂടെ അത് ക്ലിയർ ചെയ്യാണ്, ശ്രദ്ധിക്കുക. എന്താണ്? അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഒരാളുമില്ല.
അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിരർത്ഥകമാണ്, ബാത്തിലാകുന്നു എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അപ്പോൾ വേറൊരു വിഷയം നമ്മളിവിടെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നമ്മള് കഴിഞ്ഞ വിശ്വാസപരമായ കാര്യത്തിൽ പഠന ഭാഗത്ത് ഇല്ലാത്ത ആളുകളായതുകൊണ്ട് ചിലപ്പോ ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മള് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇബാദത്ത് എന്ന് നമ്മൾ പഠിക്കണം, അല്ലെ? ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴേ അള്ളാഹു അല്ലാതെ മൂന്ന് സംഗതി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ്? ഒന്ന്, എന്താണ് ഇബാദത്ത് എന്ന് പഠിക്കണം. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കണം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കണം. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ നമ്മളെ ഇതിന്റെ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ, കാരണം അത് വിശദീകരിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോ ഇതിനു മുമ്പ് ഉള്ള ആളുകൾക്ക് ഞാൻ വീണ്ടും വിശദീകരിക്കുമ്പോൾ അതൊരു അരോചകമായിട്ട് മാറും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് മനസ്സിലാക്കുകയും വേണം. അപ്പൊ അത് ഞാൻ വേറെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠന ഭാഗമായിട്ട് ഇട്ടുതരാം. അപ്പൊ അത് ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ലാ മഅബൂദ ബിഹഖി ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചു. അതാണ് ഒന്നാമത്തെ ഷർത്ത്. അപ്പൊ ഒരു ഷർത്ത് പഠിക്കുമ്പോൾ മറ്റേ ഷർത്ത് മറന്നു പോകാൻ പാടില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ ഒരു ഷർത്ത് എന്താണ്? അതിന്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതൊക്കെ മിക്ക ആളുകൾക്കും അർത്ഥം അറിയുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത്, അതിൽ അവർക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടാകും, യഖീൻ ഉണ്ടാകും. അല്ലെ? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹരില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഇത് നമുക്ക് നല്ല ഉറപ്പുണ്ടാകും. അപ്പൊ യഖീനാണ് ഉണ്ടാകുന്നത്. ഇൽമിന്റെയും മേലുള്ള ഒരു സംഗതിയാണ് യഖീൻ എന്ന് പറഞ്ഞത്. എന്താണ് യഖീൻ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അൽ യഖീൻ, യഖീൻ എന്ന് പറഞ്ഞാൽ ഹുവ അൽ ഇൽം അത്താം അല്ലദീ ലൈസ ഫീഹി അദ്ന ശക്ക്, അതായത് ശക്കിന്റെ, സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അതിനാണ് യഖീൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? യഖീൻ ഉറക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യഖീനിലേക്ക് വരില്ല, യഖീനിലേക്ക് വരില്ല. അപ്പൊ നല്ല ഉറപ്പുണ്ടാകണം, ഒരു ശക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് നമ്മൾ ഉറപ്പിച്ചു വെക്കണം എന്നാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹരില്ല. അപ്പൊ വേറെ ആരെങ്കിലും പേരുണ്ടാവോ? എന്താ ഉണ്ടായിക്കൂടെ? അങ്ങനെയുള്ള ഒരു ഏർപ്പാട് അള്ളാഹു അല്ലാതെ അള്ളാഹു ഇലാഹാണ് എന്നല്ല, അള്ളാഹു ഇലാഹു എന്നല്ലല്ലോ പഠിപ്പിച്ചത്, അല്ലെ? അങ്ങനെയാണോ പഠിപ്പിച്ചത്? അള്ളാഹു ഇലാഹാണെന്ന് പറഞ്ഞാൽ വേറെ ഇലാഹ് ഉണ്ടാകാം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പഠിപ്പിച്ചത്. അള്ളാഹു അല്ലാതെ ഒരൊറ്റ ഇലാഹു ഇല്ല, വേറൊരു ഇലാഹു ഇല്ല, അള്ളാഹ് മാത്രമാണ് ഇലാഹ് എന്നാണ് കൃത്യമായിട്ട് പഠിപ്പിച്ചത്. അപ്പൊ ഒരു സംശയവും ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അൽ മൂജിബു ലിൽ അമൽ, അതിനനുസൃതമായ പ്രവർത്തനവും ഉണ്ടാകും. വെറും ദൃഢമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായി? ഇവനെ യഖീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദീകരണങ്ങൾ അത് ആവശ്യമില്ല. അപ്പൊ ദൃഢമായ വിശ്വാസം ലാ ഇലാഹ, ഒന്നാമത് നമ്മൾ പറഞ്ഞത് അതിന്റെ അർത്ഥം അറിയണം. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയണം. എന്താണ് അർത്ഥം എന്നത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ദൃഢമായ വിശ്വാസം, യഖീൻ ഉണ്ടാകണം. ആ ഒരു വിഷയത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം, അള്ളാഹു തന്നെയാണ് ആരാധനക്കർഹൻ എന്നുള്ള ആ ഒരു ഉറപ്പിലേക്ക് നമ്മൾ എത്തണം. ആ ഉറപ്പിലേക്ക് എത്തുമ്പോൾ എന്ത് വേണം? വേറെ ഒരാളോടും ഈ ഇലാഹുമായി ബന്ധപ്പെട്ട യാതൊന്നും നമ്മൾ വേറൊരാളുമായിട്ട് ഉണ്ടാകാൻ പാടില്ല. അതാണ് ആ ദൃഢമായ വിശ്വാസത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇനി ദൃഢമായ വിശ്വാസത്തോടൊപ്പം വളരെ നിഷ്കളങ്കമായി, ഒരു കളങ്കവും ഇല്ലാതെയായിരിക്കണം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അത് നമ്മൾ പഠിക്കുമ്പോഴേ ഇപ്പൊ ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് കേട്ടിട്ടുണ്ട്, അല്ലെ? എന്താണ് സൂറത്തുൽ ഇഖ്ലാസ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്ന് പറയും. ഒരാള് നിഷ്കളങ്കനാകാൻ വേണ്ടിയിട്ട്, ഒരു കളങ്കവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഒരു 10 പ്രാവശ്യം ഓതിയാല് നിഷ്കളങ്കനാവും? അതല്ല. എന്താണ് അവിടെ നിഷ്കളങ്കത എന്ന് ആ സൂറത്തിന് പേര് വരാൻ കാരണം?
ഒരു കളങ്കവുമില്ലാതെ നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്ന സൂറത്താണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആരാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആക്കി തരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ആദ്യം അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ അത് യഖീൻ ഉറപ്പാക്കി നമ്മൾ. അതിനുശേഷം ഏറെ നിഷ്കളങ്കമായി, ഒരു കലർപ്പും പിന്നെ അതിലുണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ വദാലിക ബിഅൻ യഖ്ലുസ അൽ അബ്ദു ലിറബ്ബിഹി സുബ്ഹാനഹു വഹുവ അല്ലാഹു ജമീഉൽ ഇബാദാത്ത്. അതായത് അവന് ഉറപ്പ് വേണം എല്ലാ ഇബാദത്തുകളും, ഇബാദത്ത് എന്ന് പറയുന്നതിന്റെ എല്ലാ ഇനങ്ങളും അത് അള്ളാഹുവിന് മാത്രം ഇഖ്ലാസോട് കൂടിയിട്ട് വേറെ ഒരാളെയും അതിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്ത് ബാത്തിലാണ്. അത് വേറെ ഒരാൾക്ക് നമ്മൾ ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന് ഭംഗി കൂട്ടി. റസൂല് പറയാണ്, ആ നിസ്കാരത്തിന് ഒരാൾ ഭംഗി കൂട്ടി. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഭംഗി കൂട്ടാൻ കാരണം എന്നറിയോ? തൊട്ടടുത്തുള്ള ഒരാൾ നമ്മുടെ നിസ്കാരം നോക്കുന്നുണ്ട് എന്ന് തോന്നിയോ. അങ്ങനെ ഉണ്ടായാലേ നമ്മളിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നു. സാധാരണ നമ്മളൊരു നിസ്കരിക്കുമ്പോൾ ഓതുന്നതിൻ്റെ അകത്ത് തൈനാക്കൽ കൗസറും കുൽവല്ലാഹു അഹദു ഓതിക്കൊണ്ടൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ അങ്ങനെയാണ് നിസ്കരിക്കുന്നത്. എന്നാലും പള്ളിയിൽ നമ്മളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ആ മൂലക്ക് ഇരിക്കുന്ന ആള് നമ്മുടെ നിസ്കാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് നിസ്കാരത്തിൽ തന്നെ തോന്നൽ തോന്നിയത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നിസ്കാരത്തിന്റെ കോലൊക്കെ ഒന്ന് മാറി, അല്ലെ, ഒന്ന് ഭംഗിയാക്കി, ആ കുത്തിമറിയിലൊക്കെ ഒഴിവാക്കി എങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ്. കാരണം എന്താണ്? അവിടെ നമ്മൾ ആ നിസ്കാരത്തെ ഭംഗിയാക്കിയത് എന്തിന്റെ പേരിലാണ്? ആ മനുഷ്യൻ കാണുന്നുണ്ട് എന്നതിന്റെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിനുള്ള ഇഖ്ലാസ് പോയി, നിഷ്കളങ്കത പോയി, അല്ലെ, കലർപ്പ് വന്നു, മറ്റാൾ കാണണം എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിസ്കാരം, അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇബാദത്ത് ആക്കുകയാണെങ്കിൽ അതിന്റെ കഥ ആലോചിച്ച് നോക്കുക. ഒരാൾ ലാ ഇലാഹ ഇല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ദീർഘനേരത്തിന് അള്ളാഹു അല്ലാത്ത ആളുകളുടെ മുന്നിൽ സുജൂദ് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുക. അതിന് എന്തൊക്കെ പേരിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞങ്ങൾ ദ്വാരക്കൊന്നുമല്ല ചെയ്യുന്നത്, സഹായം ചോദിക്കുക, ആ വക ഏർപ്പാടൊന്നുമില്ല. അതൊന്നും ആ വക തരിവീട തട്ടിപ്പ് പരിപാടികളൊന്നും നടക്കൂല. നമ്മൾ സഹായം. അപ്പൊ അവിടെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്താ ഇബാദത്ത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെ. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ചില ആളുകൾ തങ്ങൾ ഉമ്മാനെ വിളിക്കില്ല, എപ്പാനെ വിളിക്കില്ല. അതൊന്നും ഇത് പെട്ടതല്ല. വെറുതെ നമ്മൾ മർമ്മപ്രധാനമായ ഒരു വിഷയത്തില്, അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിയണം, അല്ലെ. ദൃഢമായ വിശ്വാസം നിങ്ങൾക്ക് അതിലുണ്ടാകണം. ആ കാര്യത്തിൽ നിഷ്കളങ്കത ഉണ്ടാകും. അതൊക്കെ അതിന്റെ ശക്തിയിൽ പെട്ടതാണ്. അപ്പൊ എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയി, നേരത്തെ പറയാന്ന്. കാരണം ഇത് ഇങ്ങനെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചാൽ ചെറിയൊരു പ്രയാസം അവർക്കും ഉണ്ടാകും. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമ്മൾ അതിന്റെ ആയത്തും ഹദീസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദൃശ്യമായ രൂപത്തിൽ, അദൃശ്യമായ രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചു, അദൃശ്യമായ രൂപത്തിൽ ഒരു പ്രതിഫലം ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ദോഷം ഭയക്കണം, രണ്ടിലുണ്ടാകും. അദൃശ്യമായ രൂപത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ദോഷം ഭയന്നുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവർത്തനവും ഇബാദത്താണ്. അത് അള്ളാഹ്ക്ക് ചെയ്യുമ്പോൾ അള്ളാഹ്ക്കുള്ള ഇബാദത്താവും, അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുമ്പോൾ അവർക്കുള്ള ഇബാദത്താവും. ഒന്നുകൂടെ വീണ്ടും നിങ്ങൾ കേട്ടു നോക്കുക. ഈ പറയുന്ന സംഗതി നിങ്ങൾ ഒന്നും കൂടെ കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓരോന്നും നമ്മൾ തട്ടിച്ചു നോക്കിയാൽ അദൃശ്യമായ രൂപത്തിൽ നമ്മളൊരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ദോഷം ഭയന്നുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും ഇബാദത്ത് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സംഗതി അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. ഇവിടെ അതിന്റെ വിശദീകരണം നോക്കുക. ആ ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ തിരിച്ചാൽ, അള്ളാഹു അല്ലാത്തതിലേക്ക് തിരിച്ചാൽ, അത് മിൻ നബിയിൽ, നബി ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായി, അപ്പോ റസൂലിനോടാണ് പറയുന്നത് എന്ന് വിചാരിക്കുക, പറ്റൂല. കാരണം എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മൾ പഠിച്ചതാണ്, അല്ലേ. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നു. ആ സഹായം എന്ന് പറഞ്ഞാൽ അദൃശ്യമായ രൂപത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാതെ ആ വെള്ളം എടുത്താന്ന് പറയില്ല, അപ്പൊ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളതൊന്നും പറ്റൂല. നേരത്തെ പറഞ്ഞ അത് മിൻ നബിയിൽ,
നബിയോടായിരുന്നാലും ഔ വലിയൻ, ഏതെങ്കിലും വലിയായി നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഔലിയ, വലിയ എന്നതിന്റെ ജമ്മാണ് ഔലിയ. നമ്മൾ ഔലിയ എന്ന് പറയുന്നത് തന്നെ ഔലിയാക്കന്മാർക്ക് 40 ശരീരങ്ങളുണ്ടായിരിക്കും, അതിനെ ജമ്മാക്കിയിട്ട് പറയണം. അല്ലെങ്കിൽ ഔ മലക്കിൻ, ഇനി മലക്കിനോട് പറ്റുമോ? അല്ലേ, മലക്കിനോട് പറ്റൂല. ഇപ്പൊ ബദറിൽ മലക്കുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അടുത്ത് ഉഹുദുണ്ടായി, ഹന്തക്കുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കേ എന്ന് വിളിച്ച് മലക്കിനെ വിളിച്ചിരുന്നോ? ഇല്ല, അത് അല്ലാഹ് സഹായിക്കുന്നതാണ്. ഇനി ഔ സ്വനമിൻ, ബിംബങ്ങൾ, പ്രതിഷ്ഠകൾ ഉണ്ടാവും. ഔ ജിന്നിൻ, അല്ലെങ്കിൽ ജിന്ന്, ഒരു പിന്നെ ആളുകളൊക്കെ പിന്നെ ഒരു പുതിയ വാദവുമായിട്ട് വന്നിട്ട് ഉള്ള ഒരു സംഗതിയാണ്. ഇതിനോടൊന്നും പറ്റൂല. ഔ വൈരിഹ ഫഖദ് അശ്റക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്ത് അല്ലാഹു അല്ലാത്ത ഒന്നിനോടും ഈ ഇബാദത്തിന്റെ ഇനങ്ങൾ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും നിസ്കരിക്കൽ, നോമ്പ് വെക്കല്ല, അവരോട് സഹായം ചോദിക്കല്, അവരോട് പ്രാർത്ഥിക്കല്, അത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അദൃശ്യമായ നിലയിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ദോഷം ഭയന്നുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവർത്തനവും ഇബാദത്താണ്. അത് ഈ പറഞ്ഞ ഒന്ന് അല്ലാഹ്ക്കല്ലാത്ത ഒന്നിന് പിന്നെ ഓരോന്ന് എണ്ണി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖദ് അശ്റക ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. മാത്രല്ല വനഖള ഹാദ ശർത്ത് വഹുവ ശർത്തുൽ ഇഖ്ലാസ്, അപ്പൊ ഇഖ്ലാസ് എന്നുള്ള ഷർത്ത് ഇല്ലാതായിപ്പോയി. ഒതു മുറിഞ്ഞതുപോലെ നിസ്കരിക്കുന്നതിനിടയിൽ ഒതു പോയാൽ എന്ത് വേണം? ഇനിയിപ്പോ ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ 5-6 സഫ് ഉണ്ട്, ആ സഫ് കടന്നു പോയിട്ട് ഇപ്പൊ തൽക്കാലം നടക്കൂല, ഇനി സലാം കിട്ടിയ ശേഷം പിന്നെ പോയി ഒന്നും എടുക്കാന്ന് വിചാരിച്ചാൽ പറ്റൂലല്ലോ, അത് പോയി ഖലാസായി. അപ്പൊ ഈ ഇഖ്ലാസ് എന്നുള്ള ഷർത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഇല്ലാതായി പോയാൽ നമ്മുടെ ഒന്നാമത്തെ അഷ്ഹദു അല്ലാ, ഒരാൾ ഇതിലേക്ക് പ്രവേശിക്കൽ ഇതൊക്കെ പറഞ്ഞിട്ടാണ്, അപ്പൊ ആ ഷർത്ത് ഇല്ലാതായി പോയി. ശരി, നാലാമത്തെ സംഗതി ഈ പറയുന്നതിൽ സത്യസന്ധത വേണം. അല്ലേ, ഇഖ്ലാസോട് കൂടിയിട്ട് പറഞ്ഞതുപോലെ തന്നെ സത്യസന്ധത ഉണ്ടാണ്. പല ആളുകളും മുസ്ലിങ്ങളാകാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, മറ്റു സംഗതികളൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടോ, അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ഉണ്ടാകാം. അപ്പൊ സത്യസന്ധത ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് വെറുതെ ഉണ്ടായതാണ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ. അസ്സിദ്ഖ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ എന്താണ് സത്യസന്ധത എന്നുള്ളത് വിശദീകരിക്കണം. അതായത് നമ്മുടെ മനസ്സ്, കൽബ്, ആ കൽബ് പറയുന്നതിനോടും അല്ലെ, നമ്മൾ പറയുന്നതിനോട് നമ്മുടെ മനസ്സും യോജിക്കണം. അതിനാണ് സത്യസന്ധത എന്ന് പറയാം. അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ ഒരു വെറുതെ ഒരു കാര്യം പറയണം, നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം അവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥമൊന്നുമില്ല, സത്യസന്ധത വെറുതെ എങ്ങനെ അടിച്ച് കാഴ്ചയാണല്ലോ. ആ രൂപത്തിലുള്ള ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അതായത് നാവ് കൊണ്ട് മാത്രം, അല്ലെ, നാവ് കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. മഹാനായ, ഞാൻ ഇതിൽ കോട്ട് ചെയ്തിട്ടില്ല, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോട്ട് അയക്കുന്ന സമയത്ത് കോട്ട് ചെയ്ത് വെക്കാം. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്താ കാര്യം? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ കൽബിൽ എത്ര ഇലാഹുകളാണ്, അല്ലെ? കൽബിൽ ഒരുപാട് ഇലാഹിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സത്യസന്ധതയില്ല. എന്താണ് കൽബിലുള്ള ഇലാഹ് എന്ന് പറയാം? നമ്മുടെ കൽബിൽ വേറെ ഏതെങ്കിലും അല്ലാഹു അല്ലാതെ ഇലാഹ് ഉണ്ടോ നമ്മുടെ കൽബിൽ? അങ്ങനൊന്നും ഇല്ലല്ലോ. എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് ആ ഇലാഹ്? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമ്പോ, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോ, ബുദ്ധിമുട്ടുണ്ടാവുമ്പോ അല്ലാഹു അല്ലാത്ത പലതിനെയും അവലംബമായിട്ട് കാണുകയാണ്, അല്ലേ? അല്ലാഹു അല്ലാത്ത പലതിനെയും അവലംബമായിട്ട് കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇലാഹാണ്. അങ്ങനെയുള്ള ഇലാഹിനെ നിങ്ങൾ വെച്ചിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ അത് സത്യസന്ധതയ്ക്ക്, സിദ്ഖിനെതിരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 100% നമ്മളിവിടെ സത്യസന്ധത പാലിച്ചിരിക്കണം. ഇനി മറ്റൊരു ഷർത്ത് കൂടെ, ഈ 5ാമത്തെ ഷർത്ത് എന്താണ്? അൽ മഹബ്ബ, അതിനോട് സ്നേഹം ഉണ്ടായിട്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു വല്ലാത്ത സംഗതിയാണ്. എന്തെങ്കിലും ഇടങ്ങേറായതിന്റെ പേരിൽ പറഞ്ഞതായത് ഇനിയിപ്പോ രക്ഷയില്ലല്ലോ എന്നുള്ളതിന്റെ പേരിലാകാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഹുബുണ്ടാകുക നമുക്ക്. ഒരാളിങ്ങനെ അങ്ങനെ പള്ളിന്റെ മൂലത്തിൽ ഇരിക്കുന്നു, അയാളോട് നമുക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല, അപ്പൊ അവിടെ സ്നേഹമില്ല, ഒന്നുമില്ല. ഒന്നും അയാളെ പരിചയപ്പെട്ടു,
പരിചയപ്പെട്ടപ്പോ നമ്മള് അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞു തന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് നമ്മളൊരു ബന്ധമായി, ഒരു ഇഷ്ടമായി, സ്നേഹമായി, പിന്നെ പിരിയാൻ പറ്റാത്ത സ്നേഹം. അങ്ങനെ ഉണ്ടായല്ലേ നമുക്ക്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനോട് ഒരു ഇഷ്ടം ഉണ്ടായാലും ഇങ്ങനെ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനോട് കുറച്ചുകൂടെ എനിക്ക് മഹബത്ത് ഉണ്ടാക്കണേ എന്നിങ്ങനെ 20,000 വട്ടം പറഞ്ഞുകൊണ്ട് നമുക്ക് മഹബത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? ലാ ഇലാഹ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ലാ ഇലാഹ, ഈ 5 ഷർത്തിന്റെ അങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോഴാണ് ഇഷ്ടം ഉണ്ടാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അർത്ഥം മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു, അല്ലെ? അർത്ഥം മനസ്സിലാക്കി പറഞ്ഞപ്പോ അള്ളാഹു മാത്രമേ നമുക്ക് ഇലാഹുള്ളൂ. അപ്പൊ ആ ഇലാഹ് വേറൊന്ന് മറ്റെന്താന്ന് വെച്ചാല് ഒന്നല്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടിട്ടില്ലേ? ഇപ്പൊ പല സ്ഥലത്തും സിയാറത്ത് ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാ സിയാറത്ത് ടൂർ? ഇവിടെ പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ അപ്പുറത്ത് പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ മറ്റൊടുത്ത് സ്ഥലത്ത്. ഇനി അങ്ങനെ കുറെ ആളുണ്ടാവുമ്പോ അങ്ങനെയാണല്ലോ. ഇവിടെ നമുക്ക് ഒരാള് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാൾ മാത്രമേ ഉള്ളൂ, അല്ലെ? നമുക്ക് അവലംബമായി ഒരാള് മാത്രം. അപ്പൊ അവിടേക്ക് എത്തണം. മറ്റെന്താന്ന് വെച്ചാൽ ആളുകൾ തെറ്റിപ്പോകാൻ കാരണം എന്താ? ഇവിടുന്ന് ശരിയായിട്ടില്ലെങ്കിൽ മറ്റൊടുത്ത് പോവാ, അല്ലെ? ആ കൗണ്ടറിന് ശരിയായില്ലെങ്കിൽ മറ്റേ കൗണ്ടർക്ക് പോവാ, അവിടുന്ന് ശരിയായിട്ടില്ലെങ്കിൽ മറ്റൊടുത്ത് പോവാ. അപ്പോ അങ്ങനെ ആയി പോവാണ്. അതാണ് ശിർക്കിന്റെ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്. ആകാശത്തുനിന്ന് വീണ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്താ ആകാശത്തുനിന്ന് വീണാനുള്ള കുഴപ്പം? അത് എടുക്കാൻ പോകുക എന്നുള്ള പറയാൻ പറ്റില്ല. മറ്റേതാണല്ലോ, ഒരൊറ്റ ആളേ ഉള്ളൂ, അവലംബിക്കാൻ ഒരാൾ മാത്രം ആണല്ലോ അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് പിന്നെ അർബാബുൽ മുതഫരിഖൂൻ അബില്ലാ അൽ വാഹിദുൽ ഖഹാർ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ? എല്ലാ കഴിവും എല്ലാം ഉള്ള ഒരുത്തൻ, അവനാണോ ഉത്തമൻ? അതല്ല, ഒരുപാട് വ്യത്യസ്തമായ ആരാധ്യരാണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മഹബത്ത് ഉണ്ടാകുന്നത് ആ വഴിയാണ് പറഞ്ഞു തന്നത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോ നമുക്ക് അവലംബമായി കാണാൻ, ഇബാദത്തിന് അർഹനായിട്ട് കാണാൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനെ നമ്മൾ ഒന്നുകൂടെ ഉറപ്പിച്ചു, യഖീൻ ആക്കി നമ്മൾ, അല്ലെ? യഖീൻ ആക്കിയത് യഖീന് മാത്രം പോരാ, അത് നിഷ്കളങ്കമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു കളങ്കവും ഇല്ലാതെ നമ്മൾ പറഞ്ഞു. പിന്നെയോ ആ പറഞ്ഞതിൽ സത്യസന്ധത ഉണ്ട്. വെറുതെ ആരുടെയും പ്രേരണക്കോ വെറുതെ അങ്ങോട്ട് മനസ്സ് തട്ടാതെ പറഞ്ഞതല്ല, സത്യസന്ധമായി പറഞ്ഞത്. അപ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നമുക്കൊരു മഹബ്ബത്ത് വരും, അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ഹുബ്ബുണ്ടാവുന്നു അള്ളാഹുവിനോട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഹുബ്ബില്ല അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവണം, ഹുബ്ബുണ്ടാകണം. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. സൂറത്ത് ബഖറയിലെ 165 ആയത്ത്. ومن الناس, മനുഷ്യരിലുണ്ട് ചില ആളുകൾ, من يتخذ من دون الله أندادا, അള്ളാഹുവിനു പുറമെ അവർ സമന്മാരെ സ്വീകരിക്കാം. എന്നിട്ട് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അള്ളാഹുവിനോട് ഹുബ്ബുള്ളത് പോലെയാണ് അതിനോട് ഹുബ്ബ്. വേറൊരു സ്ഥലത്ത് അതല്ല, അതിനേക്കാളും ഹുബ്ബ് ഉണ്ടാവും, അള്ളാഹുവിനേക്കാളും ഹുബ്ബ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ്, അവരോട് ഭയങ്കര പേടിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹുബ്ബ് അവരോടായിരിക്കും ഉണ്ടാകുക. എന്നാൽ വല്ലദീന ആമനൂ, വിശ്വാസികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തരികയാണ്, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് കഠിനമായ ഹുബ്ബുള്ളവർ, ഇഷ്ടമുള്ളവരാണ്. അപ്പൊ അവിടേക്കാണ്ട് എത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്ട് ശരിയാവും. വെറുതെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഷഹാദത്തല്ല എന്നർത്ഥം. നിങ്ങൾ ഈ പറഞ്ഞത് ക്ലിയർ ആയല്ലോ നിങ്ങൾ, അല്ലെ? അപ്പൊ ഈ ഷർത്ത് നിങ്ങൾ ഒന്നും കൂടെ നമ്മൾ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ ഒന്നും കൂടെ ഇട്ടു നമ്മളെ റെക്കോർഡ്. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾ അത് കേൾക്കുക. അപ്പൊ കേൾക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത് ബോധ്യപ്പെടും. അങ്ങനെ ഈ 5 ഷർത്തുകളും നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയേണ്ടത്. അങ്ങനെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലേ അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പ്രാവർത്തികമാക്കുന്ന ആളായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം അതിന്റെ എന്റെ ജീവിതത്തിലേക്ക് നോക്കൂ. ഞാൻ അല്ലാഹു അല്ലാതെ ഒരാളോടും ഇബാദത്ത് എടുക്കുന്നില്ല. കാരണം എന്താ? ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണ്, അല്ലെ? അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞിട്ട് വേറുള്ളവരോട് ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ എന്താ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഷർത്ത് അവൻ ഇല്ലാതായി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണത് പറയാ എന്നുള്ള സംഗതി മാത്രം വന്നു. അതിനെപ്പറ്റി ഇൽമില്ല, യഖീനില്ല, അല്ലെ? ഇഖ്ലാസ് ഇല്ല, ഇതൊക്കെ ഇല്ലാതായി പോയതാണ്.
ഇനി നോക്കുക, ഇനിയുള്ളതാണ് വളരെ ഗൗരവം. മൻ ഷഹിദ, അങ്ങനെ ഒരാൾ സാക്ഷിയായി, അല്ലേ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് സാക്ഷിയായി. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മൻ തകല്ലമ, ഒരാൾ പറഞ്ഞു. മൻ തകല്ലമ ബിഹ, ശ്രദ്ധിക്കണം കേട്ടോ ഈ പറയണത്. മൻ തകല്ലമ ബിഹ, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരാൾ പറഞ്ഞു. ആരിഫൻ ലിമഅനാഹ, അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട്. അപ്പൊ അർത്ഥം എന്തായിരുന്നു? അല്ലാഹു അല്ലാതെ അല്ലെ ആരാധ്യനായിട്ട് ഒരാളുമില്ല, ലാ മഅബൂദ ബിഹഖ്ഖിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ആമിലൻ ലിമുഖ്തലാഹ, അതിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് അർത്ഥം ക്ലിയറായി മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ പ്രവർത്തനം എന്തായിരിക്കണം? അതിന്റെ താല്പര്യം അനുസരിച്ചായിരിക്കണം. എന്ന് പറഞ്ഞാൽ വേറെള്ളിക്കൊന്നും പിന്നെ പോകാൻ പാടില്ല, അല്ലേ? എന്താ പോകുന്നത് കൊടുത്ത കഴിവെന്ന് ചോദിച്ചോടെ? അങ്ങനെ ഒരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ബാത്തിനൻ വ ളാഹിറ എന്ന, പരസ്യമായിട്ടും രഹസ്യമായിട്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ എന്താണ് ഉണ്ടാകാൻ പാടുള്ളൂ? ഇതിനനുസൃതമായിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. ഫലാ ബുദ്ദ ഫി ഷഹാദതൈനി മിനൽ ഇൽം വൽ യഖീൻ വൽ അമൽ, അതായത് നിർബന്ധമാണ് ഈ രണ്ട് ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ അഷ്ഹദു അന്ന മുഹമ്മദ് വരണ്ട കേട്ടോ. നമുക്കതിനെപ്പറ്റി അറിവുണ്ടാകണം, ഉറപ്പുണ്ടാകണം. വൽ അമൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആയത്ത് പഠിച്ചു വെക്കണം. മുഹമ്മദ് 19 സൂറത്ത് മുഹമ്മദ് 19. എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് എന്ന് പറയണം എന്നല്ല കേട്ടോ പറഞ്ഞത്, കുൽ എന്നല്ലല്ലോ പറഞ്ഞില്ലേ. പിന്നെ ഫഅലം, എന്താ ഫഅലം എന്ന് പറഞ്ഞാല് നിനക്ക് ഇൽമുണ്ടാകണം എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ച് ഇൽമുണ്ടാകണം. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, ഇതൊക്കെ ഖുർആനില് ഷഹാദത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ആയത്തുകളാണ്. എന്താണ്? അതായത് അമ്മൻ നുത്ഖു ബിഹാ മിൻ ഗൈരി മഅരിഫത്തിൻ ലിമഅനാഹ വലാ യഖീനിൻ വലാ അമലിൻ ബിമാ തഖ്തളീഹി മിനൽ ബറാഅത്തി മിനശ് ശിർക്ക്. അപ്പൊ അതായത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറഞ്ഞു, ആ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൻ നുത്ഖു ബിഹാ മിൻ ഗൈരി മഅരിഫ, ഒരു അറിവില്ലാത്ത രൂപത്തിൽ വെറുതെ ഒരു നുത്ഖ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കണ്ടല്ലോ പറയണത്. അതായത് വെറുതെ ഒരു നുത്ഖ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വെറുതെ ഒരു കലാമ് മാത്രമാണ്, ഒരു വെറും നുത്ഖ് മാത്രമാണ്. മിൻ ഗൈരി മഅരിഫത്തിൻ ലിമഅനാഹ, അതിനെ സംബന്ധിച്ചിട്ടുള്ള അർത്ഥം നമുക്ക് അറിഞ്ഞൂടാ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുള്ള അർത്ഥം അറിഞ്ഞൂടാ എന്നല്ല പറഞ്ഞത്, നേരത്തെ നമ്മൾ പഠിച്ചതുപോലെയുള്ള അർത്ഥം അറിഞ്ഞൂടാ. വലാ യഖീനിൻ, അതുപോലെ തന്നെ ഒരു യഖീനും ഇല്ല അവന്, ആ കാര്യത്തിൽ ദൃഢമായ വിശ്വാസമില്ല. വലാ അമലിൻ ബിമാ തഖ്തളീഹി, അതിനനുസൃതമായ അമലുമില്ല. അതായത് മിനൽ ബറാഅത്തി മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്ന് അവന് പരിപൂർണമായി ബറാഅത്ത് ഉണ്ടാകുന്ന രൂപത്തിൽ, അല്ലെ? ശിർക്കിന്റെ ഒരു നേരിയ അംശം പോലും, ഒരു ലാഞ്ചന പോലും ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. വ ഇഖ്ലാസിൽ ഖൗലി വൽ അമൽ, അതുപോലെ തന്നെ അവന്റെ വാക്കിലും പ്രവർത്തനത്തിലും ഇഖ്ലാസും ഇല്ല എന്ന് വിചാരിക്കുക. ഖൗലിൽ ഖൽബി വലിൽ ലിസാൻ വ അമലിൽ ഖൽബി വൽ ജവാരി ഫഗൈറു നാഫിഉൻ ബിൽ ഇജ്മാ, അതായത് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിൽ വാക്ക് പിന്നെ കൽബിലുണ്ട് ഉണ്ട് എന്നാല് നാക്കിലില്ല, അതുപോലെ തന്നെ നാവിലിങ്ങനെ പറയുന്നുണ്ട് കൽബിലില്ല, ഇങ്ങനൊക്കെ തുടങ്ങാനുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിനോട് അവന്റെ മനസ്സും ശരീരവും ഇതൊന്നും അതിനോട് യാതൊരു യോജിപ്പില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഫഗൈറു നാഫിഇൻ ബിൽ ഇജ്മാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് യാതൊരു ഉപകാരമില്ല എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഈ പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഈ പറഞ്ഞ ഷർത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയണം. അപ്പൊ ഈ 5 ഷർത്തുകൾ നമ്മൾ പഠിച്ചു വെക്കണം. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഷഹാദത്തിന്റെ ഒന്നാമത്തേലേക്ക് നമ്മൾ എത്തുക. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു എന്താണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരുമില്ല എന്നുള്ളതിന് എന്റെ ജീവിതം സാക്ഷിയാണ്.
പോരാ. പിന്നെയോ ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ 5 മനസ്സിലാക്കി അതിനനുസൃതമായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിക്കണം, അതിനാണല്ലേ ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവർത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാവർത്തികമാക്കണം. നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അതിന് നമുക്ക് അത് കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്ന് അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ പ്രാർത്ഥന പഠിക്കും. ഇത് നമുക്ക് അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലെ. നമ്മൾ ഒന്നും എടുത്തു കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന. അപ്പൊ പല ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്, വേറെ ചില ആളുകൾ പ്രാർത്ഥിക്കാറില്ല, ചില ആളുകൾ എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് അത് ഒന്നുകൂടെ ഉറപ്പിച്ച് കൃത്യമായി പഠിക്കുക. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പലവട്ടം കേട്ടിട്ട് കാണാതെ പഠിക്കണം. എപ്പോഴും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വെറുതെ പ്രാർത്ഥിച്ചു പോകാൻ പാടില്ല, മറിച്ച് ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞ് ബോധപൂർവം പ്രാർത്ഥിക്കണം. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അവൻ ഏകനാണെന്നും അവന് പങ്കുകാരില്ല എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. എന്നിട്ട് പറഞ്ഞു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുള്ള ഭാഗമാണ്. മുഹമ്മദ് അവന്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എങ്ങനെയാന്നുള്ളത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. എന്നിട്ട് നമ്മൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, അല്ലാഹുവേ എന്നെ പാശ്ചാത്യപിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ, വജഅൽനി മിനൽ മുതത്വഹിരീൻ, ശുദ്ധീകരിക്കപ്പെടുന്നവരിലും ഉൾപ്പെടുത്തണമേ എന്ന്. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടെ പിന്നെ ശ്രദ്ധിച്ച് പഠിച്ച് അതിന്റെ സമയത്ത് ഒന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് നിർബന്ധമായി എന്ന് പറഞ്ഞാൽ ഫർളാണെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടത് ക്ലിയറായി പിന്നെ മറക്കാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ആദ്യ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച സംഗതി എന്താണെന്നുള്ളത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഷഹാദത്ത്. അപ്പൊ ആ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നുള്ളതിന് എന്റെ ജീവിതം, അപ്പൊ നമ്മുടെ ജീവിതം അതിന് സാക്ഷിയായിരിക്കണം. ആ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും, ഇബാദത്തിന്റെ ഇനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒറ്റ വാചകത്തിൽ നമ്മൾ പറഞ്ഞു. അതായത് അദൃശ്യമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ച് ദോഷം ഭയന്ന് ചെയ്യുന്ന ഏത് പ്രവർത്തനവും ഇബാദത്താണ്. ആ ഇബാദത്ത് നമ്മൾ അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അദൃശ്യമായ രൂപത്തിലുള്ള ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടല്ലാത്ത സംഗതികൾ ഉണ്ടാവും. വേറെ നേരത്തെ നമ്മൾ പറഞ്ഞത്, പിന്നെ ഒരു സംഗതി, ഒരു സഹായം ഒരാളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും അദൃശ്യമായല്ല, അത് നേരത്തെ നേരമുള്ളതാണ്. എന്നാൽ അല്ലാത്തൊരാളോടാകുമ്പോൾ, നമ്മുടെ മുന്നിലില്ലാത്ത ഒരാളോട് നമ്മൾ പറയുന്നു, നമ്മുടെ മുന്നിലില്ല മുഹമ്മദ് നബിയോട് നമ്മൾ പറയുന്നു, ജിബ്രീലിനോട് നമ്മൾ പറയുന്നു, ഒക്കെ എന്താണ്? അത് അദൃശ്യമായ രൂപം. ഇനി ദോഷം ഭയന്നുകൊണ്ട് ചെയ്യുന്നു. ഇപ്പൊ പാമ്പിനെ പേടിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മൾ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ മറ്റുള്ള ഒന്നിനെ നമ്മൾ അദൃശ്യമായ രൂപത്തിൽ പേടിക്കുമ്പോൾ അത് ഇബാദത്തിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെയുള്ളത് അള്ളാഹുവിന് മാത്രം. അത് എന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. അതാണ് നമ്മുടെ ജീവിതം ഇതിന് സാക്ഷിയായിരിക്കണം. പിന്നെ അതിൽ എന്തെങ്കിലും ഒരു സംശയം ആരെങ്കിലും ഒക്കെ പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ സംശയിച്ചതാ, ഇതുവരെ ചെയ്തത് അബദ്ധമായി എന്നുള്ള തോന്നലുണ്ടായത് ഉറപ്പുണ്ടാണ്, യഖീനുണ്ടാണ്. മാത്രമല്ല പറഞ്ഞത് വളരെയേറെ ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം നമ്മൾ ആ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതിനോട് നമുക്ക് ഒരു ഇഷ്ടം, ഹുബ്ബുണ്ടായിരിക്കണം. ആ നിലക്ക് നമ്മൾ പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ഇതിലപ്പുറമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്ന് അഷ്ഹദു അല്ലാ ഇല്ലല്ലാഹ് ക്ലിയറായി മനസ്സിലാക്കിയാൽ പിന്നെ ജീവിതം ശരിയാവും. മനസ്സിലായില്ലേ? പിന്നെ വേറെയുള്ള ആരും എന്ത് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ പിന്നെ വഴിതിരിച്ചു വിട്ടാൻ കാര്യമില്ല. കാരണം ഇത് പഠിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതാണ്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഉൾക്കൊണ്ട ആളുകൾ ആർക്കും വഴിതെറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വളരെ അപൂർവം ചില ആളുകളെ, പിന്നെ സഹാബത്തിന്റെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിക്കണം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ആളുകൾ വഴിതെറ്റിക്കല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഫൗണ്ടേഷൻ തന്നെ ശരിയായിട്ടില്ല, പിന്നെ വഴിതെറ്റിക്കൽ വലിയ പണിയുള്ള സംഗതിയല്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോ
ക്ലിയർ ആകേണ്ടുന്ന ഒരു സംഗതിയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കണം പിന്നെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ